ഇനി നമ്മൾ പോകുന്നത് കവിതകളിൽ നിന്ന് നാടൻപാട്ടിലെ പ്രണയത്തിലേക്ക്. നാടൻപാട്ടുകൾക്കുള്ളിലും പ്രണയമുണ്ട് തീർച്ചയായും. അങ്ങനെ കലാകാരനായ ജനാർദ്ദനൻ പുതുശ്ശേരി നാടൻപാട്ട് കലാകാരനാണ്. സഫലമായ പ്രണയത്തെക്കുറിച്ചും നഷ്ടപ്രണയത്തെക്കുറിച്ചും എല്ലാം വിവരിക്കുന്ന നാടൻപാട്ടുകൾ ആരുടെയും ഉള്ളു നിറയ്ക്കുന്നതാണ്. അദ്ദേഹവുമായി പ്രസാദ് ഉടുമ്പശ്ശേരി സംസാരിച്ചിട്ടുണ്ട്. ആ വിശേഷത്തിലേക്ക്. ഇന്ന് പ്രണയദിനമാണ്. പ്രണയദിനത്തിൽ പ്രണയഗാനങ്ങളെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല. നമുക്ക് സിനിമകളിലും നാടകങ്ങളിലും നാടൻ പാട്ടുകളിലും എല്ലാം പ്രണയമുണ്ട്. നമുക്ക് നാടൻ പാട്ടിലെ പ്രണയത്തെക്കുറിച്ച് നമ്മളോടൊപ്പം കലാകാരനായ ജനാർദ്ദനൻ പുതുശ്ശേരി ചേരുന്നുണ്ട്. നമസ്കാരം. നമ്മൾ പ്രണയദിനത്തിൽ നാടൻ പാട്ടുകളിലെ പ്രണയത്തെക്കുറിച്ചാണ്. ഒട്ടേറെ പ്രണയഗാനങ്ങൾ നമുക്ക് നാടൻ പാട്ടുകളുടെ ശീലുകളുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന പാട്ടുകൾ എന്തൊക്കെയാണ്? നാട്ടുപ്രണയം, ഒരു ആത്മാർത്ഥത, ഒരു ഓർഗാനിക് ജൈവിക ഗുണം അതിനുണ്ട്. അതിലൊരു പാട്ട് ഞാൻ പാടാം. മാണിക്കേ കല്ലിനെ മറക്കില്ല ഞാൻ നിന്നെ, മറക്കണ്ട നീ എന്നെ മരിക്കോളം കൂർക്കണേ, മുത്തം തരാം പൂവണ്ട് മുല്ലപ്പൂവേ വാടണ്ട്, എന്നാണ് ദൈവമേ കണ്ണിലൊന്ന് കാണണേ. എന്താണത് പറയുന്നത്? ഇത് ഒരു ആത്മാർത്ഥമായ പ്രണയത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഒരു ഗ്രാമീണത, പ്രണയം പ്രാണനോട് ചേർന്നതാണ് പ്രണയം. നല്ല ഇണയെ കണ്ടെത്താനുള്ള വൈകാരിക ഭാവങ്ങളിൽ ഏറ്റവും ശക്തമായ ഭാവമാണ് പ്രണയം. പ്രണയം എന്നും നല്ല സൃഷ്ടികളാണ് ഭൂമിയിൽ സൃഷ്ടിക്കുന്നത്. സൗന്ദര്യത്തിൻ്റെ ലഹരി പ്രണയത്തിലുണ്ട്. സൃഷ്ടിക്കും അതേപോലെ തന്നെ നാശത്തിനും കാഴ്ചവെക്കുന്ന ഒരു വൈകാരിക ഭാവമാണ് പ്രണയം. ഈ സാധാരണ മനുഷ്യരുടെ പ്രണയത്തെക്കുറിച്ച് കൂടുതലും ഈ നാടൻ പാട്ടുകളിൽ തന്നെയാണോ ഉള്ളത്? തീർച്ചയായിട്ടും. പ്രണയം നാശം ഇല്ലെങ്കിൽ പ്രണയം പരാജയപ്പെട്ടവരുടെ പാട്ടുകളും ഉണ്ട്. പാശം പതിഞ്ഞട രാജമാണിക്കേ, പാശബന്ധമെന്നോട് കാണിക്കേ, എത്ര കൊല്ലമായി രണ്ടാളും കൂടിച്ചേർന്ന് അത്ര കാലം നമ്മൾ വേദനയിൽ അലിഞ്ഞില്ലേ, മരിക്കോളം മറക്കില്ല മാണിക്കക്കല്ലേ, മരിച്ചാലും മറക്കില്ല വൈരക്കല്ലേ. മരിക്കോളം മറക്കില്ല എന്ന് എല്ലാവർക്കും പറയാൻ പറ്റും. പ്രണയം അതെ, നൈരാശ്യത്തിൽ നിന്നുള്ള പാട്ടാണ്. അതെ അതെ, നഷ്ടപ്പെട്ട പ്രണയം തന്നെയാണ്. പക്ഷേ ഞാൻ മരിച്ചാലും ഞാൻ മറക്കില്ല എന്ന് പറയണമെങ്കിൽ അത് പ്രണയത്തിന് പരാജയം എന്നുള്ള വിട്ടുകൊടുക്കലാണ് യഥാർത്ഥത പ്രണയം എന്ന് പറയുന്നത്. അത് അക്രമ സ്വഭാവം ഇല്ലാത്തത് എന്തോ അതാണ് പ്രണയം. ഇപ്പോൾ കാമുകൻ കാമുകിയെ കുറിച്ച് ഓർക്കുന്നതും തിരിച്ചും അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ പങ്കുവെക്കുന്നതും ഒക്കെ പാട്ടുകളാണല്ലോ. തീർച്ചയായിട്ടും. വേറൊരു പാട്ട് അതിനെക്കുറിച്ച് പറയാമോ? ആതിരാവു തൊട്ട് അന്നു മുതൽ കണ്ട നേരം ആശയായി, അഴകൊത്ത കണ്ണും നിങ്ങളുടെ വലിയ മുഖം ചുണ്ടും കണ്ട് മോഹമായി. എപ്പോഴും ആണ് പെണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പാട്ട് പെണ്ണ് ആണിനെ കുറിച്ചാണ് പറയുന്നത്. ആരു തടുത്താലും ആശ നിങ്ങളുടെ പേരിൽ തന്നെ വസന്തമുല്ലേ. അങ്ങനെ ആര് തടുത്താലും ഏത് ശക്തിക്കും അതീതമായി സഞ്ചരിക്കാനുള്ള ശക്തിയുള്ള വൈകാരിക ഭാവമാണ് പ്രണയം. പ്രണയം എന്നും നല്ല പ്രണയം എന്നും പൂക്കണം. അത് കാൽപ്പനികമാണ്. പ്രണയം എന്ന് പറയുന്നത് കാൽപ്പനികമാണ്. അപ്പം നമ്മളുടെ അതിലെ വരികളും അത്രത്തോളം ആയിരിക്കും, വളരെ വൈകാരികമായിരിക്കും. നമുക്കൊരു പാട്ട് കൂടി അറിയാം. എത്രമേൽ കേട്ടാലും ഇഷ്ടം നമുക്ക് ഇഷ്ടം തോന്നുന്നതാണ് പ്രണയഗാനങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് അതിനകത്ത് ഒരിക്കലും കേട്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നും. വേറൊരു പാട്ട് ഏതാ ഓർക്കുന്നത്? കല്ലു കെട്ടിയൊരാളുണ്ട്, ചുള്ളി പൈതല് വീടുണ്ട്, അവിടെ ഉണ്ടൊരു പെണ്ണ് പളുങ്കു പോലെ, പെണ്ണു കാണാൻ അഴകുണ്ട്, വീടു കാണാൻ സുഖമുണ്ട്. ഒരു ഗ്രാമീണ പ്രണയം എന്നും ഇതേപോലെ അതൊരു കളിയാക്കിക്കൊണ്ടുള്ള ഒരു പാട്ടും കൂടിയാണ്. വേറൊരു പാട്ടും കൂടി ഞാൻ അതിൽ ചേർത്തി പാടാം. പുള്ളിമാൻ വിഴി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണുളി കാട്ടി വേലവൻ
വള്ളി നീരേക്ക് കന്നിപ്പെൺകൊടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളുന്നേൻ നിന്നെ കെട്ടുവാൻ എൻ മനസ്സിൽ മോഹം തോന്നുന്നേൻ അയ്യട മലവേട നിന്നുടെ മോഹം കൊള്ളാലോ. ഇങ്ങനെയുള്ള വാദപ്രതിവാദമുള്ള നിരവധി നാടൻ പാട്ടുകൾ സമൃദ്ധമാണ് പ്രണയം. ജീവിതത്തെ എൻ്റെ ഉള്ളു തുറന്ന് നോക്കുന്നതാണ് നാടൻ പാട്ടുകൾ. അതിൽ പ്രണയവും എല്ലാ തരത്തിലുള്ള വൈകാരിക ഭാവങ്ങളും. ഇത് ഇന്നത്തെ കാലത്ത് പിന്നെ രണ്ടുപേര് പ്രണയിക്കുക, അവരുടെ സന്ദേശം കൈമാറുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അതെ, അന്നത്തെ പോലെ അല്ലല്ലോ. പഴയ കാലങ്ങളിൽ പോലെ ഈ കാണാൻ പോലും ചിലപ്പോൾ കുറെ കാത്തിരിക്കേണ്ടി വരുന്ന സമയങ്ങളുണ്ട്. അതെ അതെ. അല്ലെങ്കിൽ ഒരു സന്ദേശത്തിന് ഒരു ദൂതൻ എപ്പോഴും വേണം, തീർച്ചയായും. അല്ലെങ്കിൽ നേരിട്ട് സന്ദേശം കൈമാറാൻ പറ്റില്ല. പലപ്പോഴും അവിടുത്തെ ഏതെങ്കിലും ഒരു നാട്ടുപ്രമാണിയുടെയോ ഒക്കെ ആവുന്ന സമയത്താണല്ലോ ഈ സംഘർഷങ്ങളിലേക്കൊക്കെ പോകുന്നത്. അത്തരം സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും പ്രണയഗാനങ്ങൾ, നാടൻ പാട്ടുകൾ ഒരുപാടുണ്ട്. അങ്ങനെയാണ് പ്രണയഗാനം. ഇപ്പോൾ പുള്ളുവ സമുദായത്തിൻ്റെ ഒരു ഏറ്റവും പഴയ ഒരു സംസ്കാരം. ഈ പെണ്ണ് കാണാൻ പോകുന്ന ചടങ്ങ് സമയത്ത് പെണ്ണിനെ കാണിച്ചു കൊടുക്കാതെ പുരുഷൻ പോകും. അവർ രണ്ടുപേരും രണ്ട് റൂമിലിരുന്ന്, ഇല്ലെങ്കിൽ അവരുടെ ഇടയിലൊരു മറയുണ്ടാകും, ഒരിക്കലും കാണാൻ പറ്റാത്ത വിധത്തിലുള്ള മറയുണ്ടാകും. പുരുഷൻ പാടുന്നതിൻ്റെ ഒപ്പം ആ ശ്രുതിക്ക്, ആ ടെമ്പോയിൽ സ്ത്രീ പാടിയാൽ മാത്രമേ അവരുടെ വിവാഹം ഉറപ്പിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അതോടുകൂടി ആ ശ്രുതി മനപ്പൊരുത്തമാണത്. ശബ്ദത്തിൻ്റെ ആ ശബ്ദത്തിൻ്റെ പൊരുത്തം മനസ്സിൻ്റെ പൊരുത്തം ആയി കൽപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ സംഗീതത്തോട് സംഗീതം ചേരുക. പ്രാണൻ തന്നെയാണ് സംഗീതമാകുന്നത്. ആ സംഗീതത്തിനോട് ചേർന്ന് വരുന്ന സംഗീതം വരുമ്പോഴാണ് അവർ ഒന്നിക്കുന്നത്. ഒരു പാട്ട് കൂടി പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കൂടമൂതടി കുറത്തിപ്പെണ്ണെ നിന്റെ കൂടത്തിൻ്റെ വില ചൊല്ലടി യമുന കല്യാണി. ഒന്ന് നിക്കടി കോലഞ്ഞാലി ചെമ്പകപ്പൂവേ നിന്റെ ചൂരുൾ മൂടി കവിളീണ എന്തൊരു ചന്തം. എന്നും സൗന്ദര്യത്തിൽ അധിഷ്ഠിതമാണ് പ്രണയം. അതിൻ്റെ അപ്പുറം അതിൻ്റെ ഉള്ള് എന്നും ആത്മാർത്ഥതയോടുകൂടുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഒരു കെമിസ്ട്രി, ഒരു ചേരുവ പ്രണയം സാധ്യമാക്കുന്നു. അതാണ് നമുക്ക് എത്ര കേട്ടാലും മതിയാകില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഓരോ പ്രണയദിനത്തിലും മാത്രമല്ല, അല്ലാത്ത ദിവസങ്ങളിലുമെല്ലാം ഓർക്കുകയാണ് ഈ പാട്ടുകളെല്ലാം. ഇഷ്ടംപോലെ പ്രണയഗാനങ്ങൾ നാടൻ പാട്ടുകളിലുണ്ട്. അവ കേൾക്കാൻ അത്രയേറെ ഇമ്പവുമാണ്. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉമ്പിശ്ശേരി, ന്യൂസ് 8.